മതി മതി, വാ വാ. പാട്ടൊക്കെ ഭയങ്കരമായിട്ടല്ല. ഇന്നൊരു പ്രൊഡ്യൂസറായിട്ട് സ്റ്റോറി നരേഷൻ ഉണ്ടല്ലോ, അപ്പോ മൈൻഡ് ഒന്ന് റിലാക്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അവളെ പി എസ് ചെയ്ത ട്രിവാൻഡ്രം വരെ പോയിരിക്കടാ. അപ്പൊ നീ എന്നെ കാണാൻ വേണ്ടി വന്നതല്ല, പ്രിയനെ കാണാൻ വേണ്ടി വന്നല്ലേ? അങ്ങനൊന്നുമില്ല. ഒറ്റയ്ക്കാണോ അതോ അച്ഛനമ്മയും കൂടെ പോയിട്ടുണ്ടോ? ഫാമിലി മൊത്തം ഉണ്ട്. എന്താടാ റിയയുടെ അടുത്തൊരു ചായ്വ്? ചേച്ചി, ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ റിയ? ഒരു ചെറിയ റെക്കമെൻഡേഷൻ. ഒന്ന് പോടെ, ഞാൻ തന്നെ ഇവിടെ അകതിയ. ആരവാ എന്നെ വിഷയം വേണ്ടി വിളിക്കായിരിക്കും. ഹലോ, പറയടാ. ആ, ഞാൻ ഫ്രീ ആണ്. മിഥുനെ, നമുക്കിന്നൊരു സ്ഥലം വരെ പോവാനുണ്ടേ. ചേച്ചി ഒന്ന് വേഗം വരുമോ? എങ്ങനെയുണ്ട്, കൊള്ളാവോ? എന്താണിത്, കല്യാണത്തിന് പോണ? ആരവിന്റെ അച്ഛൻ എന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പോയാലോ? അപ്പൊ പ്രൊഡ്യൂസറിനെ കാണാൻ പോകണ്ടേ? പ്രൊഡ്യൂസറെ വേറെയും കിട്ടും, പക്ഷേ അവനെ കിട്ടില്ല. പോവാ. ഇതിലെങ്ങനെയാണ് പാട്ട് വയ്ക്കുന്നത്? നല്ല സ്റ്റീരിയോ കംപ്ലൈൻറ്റാ, എഫ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ചേച്ചി ഡയറക്ടർ ആവട്ടെ, നിനക്ക് 10 സ്റ്റീരിയോ വേണമെങ്കിൽ ഞാൻ വാങ്ങിത്തരും. വായിത്താളത്തിനൊന്നും ഒരു കുറവില്ല. പോടെ ഡാഷ്. ഭഗവാനെ, ഇത്രയും വലിയ വീടോ? ഇത്രയും വലിയ വീടൊന്നുമല്ല, ഒരു ആവറേജ്. പേടിയുണ്ട? കുറച്ച്. പേടിക്കണ്ട, വരുന്നോ? വാ. കുഴപ്പമില്ല കുഴപ്പമില്ല. പിന്നെ എന്തൊക്കെയുണ്ട്?
നമുക്ക് വേണ്ടതുപോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഞാനൊരു 16-ാം തീയതി അങ്ങോട്ട് വരാം. എല്ലാം ഓക്കെ അല്ലേ? അതൊന്നും പ്രശ്നമാക്കണ്ട നീ. ശരി ശരി, ഞാൻ പിന്നെ വിളിക്കാം. പേരെന്താ? കൃതി. ഞാൻ രാഘവ്. കൃതി എന്ത് ചെയ്യുന്നു? ഞാൻ സിനിമയിൽ എഴുതിയിട്ട് വർക്ക് ചെയ്യാം. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അപ്പം അമ്മയോ? അമ്മ വീട്ടു ജോലിക്ക് പോവാ. ലോവർ മിഡിൽ ക്ലാസ് ഫാമിലി. അച്ഛാ, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. അത് നിങ്ങളോട് പറഞ്ഞ് സമ്മതം വാങ്ങാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവളെ വരാൻ പറഞ്ഞത്. അല്ലാതെ പണത്തിൻ്റെ വലുപ്പം കാണിച്ച് അവളെ പേടിപ്പിക്കാനല്ല. ഈ വീട്ടിലെ മരുമകളായിട്ട് വന്നാൽ നീ ആഗ്രഹിക്കുന്ന ഒരു റെസ്പെക്റ്റ് കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല. കിട്ടില്ല. ചിലപ്പോൾ ഇവൻ്റെ അടുത്ത് നിന്ന് കിട്ടുമായിരിക്കും. എൻ്റെന്നോ എൻ്റെ വൈഫിൻ്റെന്നോ കിട്ടില്ല. കാരണം യുവർ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, നിൻ്റെ സാമ്പത്തികം. ഇഫ് യു വാണ്ട് യു ക്യാൻ മാരി ഹിയർ. പിന്നെ നിൻ്റെ ഒരു സ്റ്റാർട്ടപ്പിനും എൻ്റെ ഒരു സഹായം പ്രതീക്ഷിക്കണ്ട. ചേച്ചി അമ്മ വിളിക്കണ, ഫോൺ എടുക്ക ചേച്ചി. ചേച്ചി അമ്മ വിളിക്കണ ചേച്ചി. ചേച്ചി അമ്മ വിളിച്ചോണ്ടിരിക്കണ. അവൻ്റെ കാര്യം സമ്മതിക്കാത്തോണ്ടാ അമ്മയോട് വഴക്കിട്ട് ഞാൻ വീട് വിട്ട് ഇറങ്ങിയത്. ഇപ്പോൾ അമ്മ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ആയല്ലോ. നീ വണ്ടി എടുത്തേ. ചേച്ചി ചേച്ചി ഒന്ന് തുറക്കേ ചേച്ചി. ചേച്ചി 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 ഒന്ന് തുറക്കേ ചേച്ചി. ചേച്ചി 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 ഇത് ഏജ പ്രൊഡക്ഷൻസ് വിളിക്കുന്നുണ്ട്. ചേച്ചി ഒന്ന് തുറക്ക് ചേച്ചി. ചേച്ചി ചേച്ചി
ചേച്ചി ചേച്ചി ഹലോ സാർ, എനിക്ക് വരാൻ പറ്റിയില്ല. ഒരു ആക്സിഡൻ്റ് ആയി. ഇപ്പോൾ ഹോസ്പിറ്റലാണ്. Okay. Kriti, can you send me a synopsis now? ഓക്കെ സാർ. ബിസിനസ് ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അവളെ ഉപേക്ഷിച്ച ആരവിനെ മറക്കാൻ പറ്റാതെ വേദനിക്കുന്ന കൃതി. ഞാനെന്തിനു വേദനിക്കണം? ലോകം വേണ്ട, ഒരു ഡാഷും വേണ്ട. വേറെ ഇപ്പം എന്താ എഴുതാ? രാവിലെ ഹൈവേയിലൂടെ സ്കൂട്ടറിൽ പോകുന്ന കാവ്യ. പുറകിലായി വരുന്ന തമിഴ്നാട് ബസ് പെട്ടെന്ന് പഞ്ചറാവുന്നു. ബസ്സിൻ്റെ ബാലൻസ് തെറ്റി ബസ് മറിയുന്നു. ബസ് മറിയുമ്പോൾ പേടികൊണ്ട് നിലവിളിക്കുന്ന പാസഞ്ചേഴ്സ്. ബസ് നിലത്തിലേക്ക് പതിക്കുമ്പോൾ ഉണ്ടാവുന്ന എയർ പ്രഷർ കാവ്യയുടെ സ്കൂട്ടറിലേക്ക് ഇടിച്ച് സ്കൂട്ടർ റോഡിനപ്പുറത്തേക്ക് തെറിക്കുന്നു. സ്കൂട്ടറിൽ നിന്നും തെറിച്ച് കല്ലിൽ തലയിടിച്ച് രക്തം വാർന്നു കിടക്കുന്ന കാവ്യ